നമസ്കാരം. നമ്മുടെ രാജ്യം വിഭജിക്കുവാനുള്ള പ്രധാന ഉത്തരവാദി കോൺഗ്രസ് പാർട്ടിയാണ്. ഖിലാഫത്ത് അടക്കം കോൺഗ്രസ് നടപ്പിലാക്കിയ പല തീരുമാനങ്ങളുമാണ് അവസാനം വിഭജനത്തിൽ കലാശിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ അത്തരമൊരു മണ്ടത്തരം അല്ലെങ്കിൽ ബ്ലണ്ടറാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. 1935 ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത്. ഈ നിയമപ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ പ്രവശ്യകൾക്ക് സ്വയംഭരണം അനുവദിക്കുന്നത്. പ്രവശ്യകളിലേക്ക് ഈ നിയമപ്രകാരം ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1937 ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോഴും അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു 1936 37 കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു പ്രധാന പ്രവിശ്യയായിരുന്നു യുണൈറ്റഡ് പ്രോവിൻസ്, അതായത് ഇന്നത്തെ UP. യുണൈറ്റഡ് പ്രോവിൻസിൽ കോൺഗ്രസിനെ പോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും മറ്റു ചെറു പാർട്ടികളും ശക്തരായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി ഒരു പ്രീപോൾ അലയൻസ് ഉണ്ടാക്കി ആ സഖ്യമാണ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് യുണൈറ്റഡ് പ്രോവിൻസിൽ. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം കിട്ടിയതോടെ കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ വേണ്ടാതെയായി. ജിന്ന മുസ്ലിം ലീഗിന് 2 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ നെഹ്റു ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുവാനാണ്. കോൺഗ്രസിന്റെ ഈ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. കോൺഗ്രസിനുള്ളിലെ മുസ്ലിം നേതാക്കൾ പോലും ലീഗിനോടുള്ള ഈ സമീപനത്തിനെ സംശയത്തോടെയാണ് കണ്ടത്. കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരു ഭരണത്തിൽ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്ന പ്രതീതി അതുണ്ടാക്കി. കോൺഗ്രസിൽ നിന്നും ധാരാളം മുസ്ലിങ്ങൾ രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവം ജിന്നയെ സംബന്ധിച്ച ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഈ സംഭവത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ സ്വീകാര്യത വർദ്ധിച്ചു. ലീഗിന്റെ മെമ്പർഷിപ്പ് ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിച്ചു. നെഹ്റു വരുത്തിവെച്ച ഈ മുറിവ് പിന്നീട് ഒരിക്കലും ഉണങ്ങിയില്ല. അവസാനം അത് വിഭജനത്തിൽ കലാശിച്ചു. സർദാർ പട്ടേലും GB പന്തും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ലീഗുമായി ഉണ്ടാക്കിയ സഖ്യവുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമായിരുന്നു. എന്നാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചതോടെ നെഹ്റു അതിൽ നിന്നും പിന്മാറി. മൗലാന അബുൽ കലാം ആസാദും MC ചഗ്ലയും 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ നെഹ്റുവിന്റെ സമീപനത്തെക്കുറിച്ച് എഴുതിയത് വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 1946 സ്റ്റാഫോർഡ് ക്രിപ്സ് അധികാര കൈമാറ്റ ചർച്ചകൾക്ക് വേണ്ടി ഇന്ത്യയിൽ എത്തിയപ്പോൾ നെഹ്റു ചെയ്ത മറ്റൊരു മണ്ടത്തരത്തിനെ കുറിച്ച് എഴുതിയപ്പോഴാണ് 1937 നെഹ്റു ചെയ്ത പ്രൊവിൻഷ്യൽ ഇലക്ഷൻ സമയത്തെ മണ്ടത്തരത്തെക്കുറിച്ചും അബുൽ കലാം ആസാദ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് മണ്ടത്തരങ്ങളും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ. ദേശീയ ലക്ഷ്യത്തിന് നെഹ്റു വലിയ ദ്രോഹം ചെയ്യുന്നത് ഇതാദ്യമല്ല എന്ന് എനിക്ക് ഖേദത്തോടെ പറയേണ്ടി വരും. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം സമാനമായ മറ്റൊരു തെറ്റ് ചെയ്തു. ജവഹർലാലിന്റെ നടപടി യുണൈറ്റഡ് പ്രോവിൻസിൽ മുസ്ലിം ലീഗിന് പുതിയ ഉണർവ് നൽകി. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ്, ഈ സംഭവത്തിന് ശേഷം യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നാണ് ലീഗ് പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. മിസ്റ്റർ ജിന്ന ഈ സാഹചര്യം മുതലെടുക്കുകയും ആത്യന്തികമായി അത് പാകിസ്ഥാന്റെ നിർമ്മിതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. 1937 നെഹ്റു ചെയ്ത തെറ്റ് വളരെ മോശമായിരുന്നു. 1946 തെറ്റ് അതിലും വലുതായിരുന്നു. ഇതാണ് അബുൽ കലാം ആസാദ് പറഞ്ഞിരിക്കുന്നത്. ഇനി MC ചഗ്ല എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇതാണ്: എന്റെ മനസ്സിൽ ആത്യന്തികമായി പാകിസ്ഥാൻ സൃഷ്ടിയിലേക്ക് നയിച്ച ഏറ്റവും ശക്തമായ കാരണങ്ങളിലൊന്ന് 1937 യുണൈറ്റഡ് പ്രോവിൻസിൽ സംഭവിച്ചതാണ്. ജവഹർലാൽ ഒരു സഖ്യ മന്ത്രിസഭയ്ക്ക് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.